ആഹാ, അതെ അടുത്തത്. ബിരിയാണിയുടെ കൂടെ സാലഡ് വിളമ്പിയില്ല, കൊല്ലത്തെ വിവാഹ വീട്ടിൽ അടിയോടടി. കൊല്ലംകാർക്ക് എന്താ ഫുഡിന്റെ കാര്യത്തിൽ ഇത്ര പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള. പൊറോട്ടക്ക് വേണ്ടി അടി, പൊറോട്ടക്ക് ഗ്രേവി കിട്ടാത്തതിന് അടി, പപ്പടം കിട്ടാത്തതിന് അടി, എടുത്ത് സാലഡ് കിട്ടാത്തതിന് അടി. ഇതേ ഇപ്പൊ കൊല്ലത്ത് വിവാഹ വീട്ടിൽ അടിയോടടി. പിന്നെ ഈ അടുത്ത് ബാറില് ഫുഡ് വൈകാൻ വൈകിയതിന് അവിടെ അടിയോടടി. 6 പേര് അറസ്റ്റിലായി. പക്ഷെ എന്റെ പൊന്നെ എനിക്ക് മനസ്സിലാവണം എന്താ സംഭവം. ഇങ്ങനെ ഈ ഭക്ഷണത്തിന്റെ പേരില് സാലഡ് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടില്ലെന്നും പറഞ്ഞ അടി ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ എനിക്ക് മനസ്സിലാവണം. അവിടെ എപ്പോഴും അടി ഉണ്ടാവുന്നത് ഫുഡിനെ സംബന്ധിച്ചാൽ ഈ ഫുഡിന്റെ പേരിലാണ്. എന്ത് കോപ്പാന്ന് മനസ്സിലാവണം. ആദ്യമായിട്ടാണ് ഒരു ജില്ലയില് ഇങ്ങനെ ഫുഡിന്റെ പേരിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ, അത് മുട്ടിന് എന്താ പറയേ. ബിരിയാണിയുടെ കൂടെ സാലഡ് വിളമ്പാത്തതിന് കൊല്ലത്ത് വിവാഹ വീട്ടില് അടിയോടെ അടിയുന്നു. ഇങ്ങനെ പോയി ഇങ്ങനെ കൊല്ലത്ത് എനിക്ക് വേണം ഫുഡുകളൊക്കെ മിക്കവാറും നിരോധിക്കുമെന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരുടെയൊക്കെ മൈൻഡും മെന്റാലിറ്റിയും എന്താണല്ലേ. എന്ന് വെച്ചാൽ പൊതുവെ മനുഷ്യന്മാരൊക്കെ ഭയങ്കര ക്രൂരരായിക്കൊണ്ടിരിക്കണാണ്. എല്ലാ രീതിയിലും ഭയങ്കര ക്രൂരരായിക്കൊണ്ടിരിക്കണേ. ഇതിനി എങ്ങോട്ടാ പോണെന്ന് അറിയില്ല. 2025 ഈ അവസ്ഥ. ഇനിയും ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുന്നു. കൊലപാതകങ്ങളും പ്രശ്നങ്ങളും അടിയും ബഹളങ്ങളും ഒച്ചപ്പാടും കലാപവും ഒക്കെ ആയിരിക്കും മിക്കവാറും. ആരോട് പറയാനാ. ഇങ്ങനെ ന്യൂസ് വരുന്നു, പോലീസുകാരെ കേസ് എടുക്കുന്നു, അവർ പുറത്തിറങ്ങുന്നു, അടുത്ത സ്ഥലത്ത് അതേപോലെ തന്നെ പിന്നെ സംഭവിക്കുന്നു. ഇതിനൊരു അവസാനം ഉണ്ടാകുമ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ മാറുമായിരിക്കാം എന്ന് വിശ്വസിക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. വിശ്വാസം മാത്രമാണ്. വിശ്വാസം അതല്ലേ എല്ലാം.